ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ പൂർത്തീകരിക്കാത്തപ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം വരിക. അതായത് നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ നടക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്തു, നിങ്ങൾ ഒരുപാട് ടെൻഷനായി അങ്ങനെയൊക്കെ ഇരിക്കണ സമയത്ത് ഒരാൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങളോട് പറയാണ്, ഇല്ലെങ്കിൽ ഒരു കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് ഒരിക്കലും തയ്യാറല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത സമയങ്ങളിലാണ് ആങ്കർ വരുന്നത്. ഇതിന് ഭഗവത്ഗീത പറയുന്ന ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആമ അതിൻ്റെ അവയവങ്ങൾ ഉള്ളിലോട്ട് വലിക്കുന്നത് പോലെ നമ്മുടെ സെൻസസ്, അതായത് നമുക്ക് മനസ്സ് അങ്ങനെയുള്ള അവിടെയാണ് നമുക്ക് എക്സ്പെക്റ്റേഷനൊക്കെ ഉള്ളത്. സോ അതൊക്കെ നമുക്ക് ഉള്ളിലേക്ക് വലിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആങ്കറിൽ നിന്ന് രക്ഷപ്പെടാം. സോ ഇതൊരു പ്രാക്ടീസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. നമ്മൾ ഓരോരുത്തരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എവിടേക്കാണ് ട്രിഗർ വരുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ സമയത്ത് ആദ്യമൊന്നും സാധിക്കില്ല, ഒരു 10 വട്ടം മൈൻഡിൽ കൗണ്ട് ചെയ്യേ, അല്ലെങ്കിൽ ആങ്കർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയം, ആ ദേഷ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യണ സമയം വരെ മിണ്ടാതിരിക്കുക ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് റിക്കവർ ആവാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആങ്കറിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. നിങ്ങൾക്ക് പതിയെ പതിയെ ഈ പ്രാക്ടീസ് തുടർന്നുകൊണ്ട് പോയാൽ നിങ്ങളുടെ ആങ്കർ ഫുള്ളായിട്ട് ഇല്ലാതാവുകയും ചെയ്യും.